ഇനി മോഡ്യൂൾ 3 എന്ന് കൊടുത്തിട്ടുണ്ട്, നോക്കാം. വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ബഖറ 159, 160 ആയത്തുകളാണ്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الذين يكتمون ما أنزلنا من البينات والهدى من بعد ما بيناه للناس في الكتاب أولئك يلعنهم الله ويلعنهم اللاعنون إلا الذين تابوا وأصلحوا وبينوا فأولئك أتوب عليهم وأنا التواب الرحيم. إن الذين നിശ്ചയം ഒരു കൂട്ടർ യക്തുമൂന മറച്ചു വെക്കുന്നവർ, കത്തമ മറച്ചു വെച്ചു, കത്തുമാൻ മറച്ചു വെക്കൽ അംബിയാ മുർസലീങ്ങൾക്ക് മുസ്തഹീലായിട്ടുള്ള സിഫത്താണ്, അസംഭവ്യമായിട്ടുള്ള അംബിയാ മുർസലീങ്ങൾക്ക് ഉണ്ടാവാത്തൊരു സിഫത്താണ് എന്ത്, കത്തുമാൻ എന്ന്. ചില ആളുകൾ പറയും എന്ത്, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അഹ്ലു ബൈത്തിന്, അലി റളിയല്ലാഹു അൻഹു അഹ്ലു ബൈത്തിനൊക്കെ ചില പ്രത്യേക ജ്ഞാനം കൊടുത്തിരുന്നു, മറ്റുള്ളവർക്ക് കൊടുക്കാതെ. ഷിയാക്കളുടെ ഒരു വിശ്വാസമാണ്, അത് തെറ്റാണ്, അങ്ങനെ സംഭവമല്ല. കാരണം അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രബോധനം ചെയ്യാൻ ഏൽപ്പിക്കപ്പെട്ടതിൽ നിന്ന് ചിലത് മറച്ചു വെച്ചു എന്നൊരു വിശ്വാസമായി പോകുന്നത്. നഅൂദുബില്ലാ, അങ്ങനെ വിശ്വസിക്കാൻ പാടില്ല. അതിനെ ഇമാം ബുഖാരി ഒക്കെ അദ്ദേഹത്തിന്റെ ഹദീസിലൊക്കെ അത് വിശദമായിട്ട് പറയുന്നുണ്ട്. അലി റളിയല്ലാഹു അൻഹു തന്നെ അതിനെ നിഷേധിക്കുന്നതായിട്ട്. അങ്ങനെ ഒരു സംഭവം പ്രത്യേകമായിട്ട് നൽകപ്പെട്ടിട്ടില്ല എന്ന് മനസ്സിലായില്ലേ? അപ്പോ ജനങ്ങളിൽ നിന്ന് മറച്ചു വെച്ചിട്ട്, ജനങ്ങളിൽ നിന്ന് നബി മറച്ചു വെച്ചിട്ട് അഹ്ലു ബൈത്തിന് മാത്രമായിട്ട് നബി പ്രത്യേകം ഒരു വിജ്ഞാനം നൽകിയെന്ന വിശ്വാസം തെറ്റാണ്. അപ്പൊ ഇന്നല്ലദീന യക്തുമൂന മാ അൻസൽനാ മിനൽ ബയ്യിനാത്ത്, മാ അൻസൽന നാം അവതരിപ്പിച്ചത്, മിനൽ ബയ്യിനാത്ത് ഈ വ്യക്തമായ ദൃഷ്ടാന്തങ്ങളിൽ നിന്ന്, വൽ ഹുദാ സന്മാർഗത്തിൽ, മിൻ ബഅദി ശേഷം, മാ ബയ്യനാഹു നാം അതിനെ വിശദീകരിച്ച ശേഷം, ലിന്നാസി ജനങ്ങൾക്ക്, ഫിൽ കിതാബി വേദഗ്രന്ഥത്തിൽ. അപ്പൊ ഇത് ആർക്കാണെങ്കിലും, തൗറാത്തിന്റെ ആളുകളാണെങ്കിലും ഇഞ്ചിന്റെ ആളുകളാണെങ്കിലും ഖുർആന്റെ ആളുകളാണെങ്കിലും ഒക്കെ ബാധകമാണ്. ഇത് പറയുന്നത് അഹ്ലു കിതാബുകാരെ കുറിച്ചാണ്. അഹ്ലു കിതാബുകാരെ കുറിച്ച് ആയിരിക്കാമെങ്കിൽ പോലും ഇത് ആർക്കുമാണെങ്കിലും ഇത് ബാധകമാണ്. എന്ത് വ്യക്തമായ ദൃഷ്ടാന്തങ്ങൾ, സന്മാർഗം, അത് വ്യക്തമായിട്ട് വിശുദ്ധ വേദങ്ങളിലൂടെ അള്ളാഹു, അല്ലെങ്കിൽ വിശുദ്ധ വേദത്തിലൂടെ അള്ളാഹു ജനങ്ങൾക്ക് വ്യക്തമാക്കിയ ശേഷം അതിനെ മറച്ചു വെക്കുന്നവർ, കത്തുമാൻ ചെയ്യുന്നവർ, അവരെന്താണ്? അക്കൂട്ടർ ഉലായിക, അക്കൂട്ടർ ആരെ പറ്റിയാണെങ്കിലും, ഇത് ആര് ചെയ്താലും, മുസ്ലിങ്ങൾ ചെയ്താലും, ഖുർആനെ സംബന്ധിച്ച് മുസ്ലിങ്ങൾ ചെയ്താലും തന്നെ, ഉലായിക അക്കൂട്ടർ യൽഅനുഹും അല്ലാഹ്, അവരെ അള്ളാഹു ശപിക്കുന്നു, വയൽഅനുഹും അവരെ ശപിക്കുന്നു, അല്ലാഇനൂൻ ശപിക്കുന്നവരൊക്കെ, അള്ളാഹു മറ്റുള്ളവരും, അള്ളാഹു മറ്റു ശപിക്കുന്നവരും, അള്ളാഹു ശപിക്കുന്ന മറ്റുള്ളവരും അവരെ ശപിക്കുന്നു. ഇല്ലല്ലദീന താബൂ വഅസ്ലഹൂ വബയ്യനൂ, ഇല്ലല്ലദീന ഒരു കൂട്ടരൊഴികെ, താബു അവർ തൗബ ചെയ്ത് മടങ്ങി. ഇങ്ങനെ മറച്ചു വെച്ചിരുന്നു മുമ്പ്. അന്ന് ജാഹിലിയ കാലായിരുന്നു. ജാഹിലിയക്കാരൻ പറഞ്ഞാൽ അയാളെ ജാഹിലിയ കാലായിരുന്നു, അല്ലാതെ നബി ഫാസിമിന്റെ കാലഘട്ടത്തിന് മുമ്പുള്ള ജാഹിലിയക്കാരൻ മാത്രം ഉദ്ദേശമല്ല കേട്ടോ. അയാളുടെ ജാഹിലിയത്തായിരുന്നു, അയാളുടെ ജീവിതത്തിലെ ജാഹിലിയ കാലഘട്ടം. അപ്പൊ അയാളെ മറച്ചു വെച്ചിരുന്നു, പല കാര്യങ്ങളും അന്ന് മറച്ചു വെച്ചിരുന്നു, അറിഞ്ഞുകൊണ്ട് മറച്ചു വെച്ചിരുന്നു. പക്ഷെ അയാൾ എന്ത് ചെയ്തു? തൗബ ചെയ്തു, പശ്ചാത്തലിച്ചു തുടങ്ങി. വഅസ്ലഹൂ നന്നാക്കുകയും ചെയ്തു, നിലപാടുകൾ നന്നാക്കിയെടുത്തു. വബയ്യനൂ എന്നിട്ട് ജനങ്ങൾക്ക് സത്യാവസ്ഥ വിവരിച്ചു കൊടുത്തു, വിശദീകരിച്ചു കൊടുത്തു. അങ്ങനെയുള്ള ആൾക്കാർ ഫഉലൈക അപ്പോൾ അക്കൂട്ടർ അതൂബു അലൈഹിം ഞാൻ അവർക്ക് അവരുടെ തൗബ സ്വീകരിക്കും. അതൂബു ഞാൻ സ്വീകരിക്കും, തൗബ അതൂബു ഞാൻ തൗബ ചെയ്യുന്ന അർത്ഥമുണ്ട് ഇവിടെ അള്ളാഹുവോട് പറയുന്നത്. അപ്പം അതിന്റെ അർത്ഥം എന്താ? ഞാൻ അവരുടെ തൗബ സ്വീകരിക്കുമെന്നർത്ഥം. വഅന തവ്വാബുർ റഹീം ഞാൻ ആകട്ടെ അത്തവ്വാബാണ്. തവ്വാബ് എന്ന് പറഞ്ഞാൽ ഫഅൽ വസനാണ്. എന്താണ് ഫഅൽ വസൻ?
ഏറ്റവും കൂടുതൽ എന്നർത്ഥം മുബാലാത്താണ് സൂചിപ്പിക്കുന്നത്. എന്ത് ഫഅലാൻ പോലെ ഫഅലാൻ മുബാലാത്താണ്. എന്ത് റഹ്മാൻ വളരെ കൂടുതൽ കാരുണ്യവാൻ ആണ്, റഹ്മത്ത്. അപ്പൊ ഇവിടെ എന്താണ് അനത്തവ്വാബുർ റഹീം, ഞാൻ തൗബ ഏറ്റവും കൂടുതൽ സ്വീകരിക്കുന്നതിനും റഹീമുമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയണം. അവിടേക്ക് തൗബ സ്വീകരിക്കാം, തൗബ ചെയ്യുക എന്നുള്ള വിഷയങ്ങളൊക്കെ വന്നിട്ടുണ്ട് അല്ലെ. ഇനി സൂറത്തുൽ ബഖറയിൽ തന്നെ 222-ാമത്തെ ആയത്ത് ويسألونك عن المحيض قل هو أذى فاعتزلوا النساء في المحيض ولا تقربوهن حتى يطهرن فإذا تطهرن فأتوهن من حيث أمركم الله إن الله يحب التوابين ويحب المتطهرين. വയസ്അലൂനക, താങ്കളോട് അവർ ചോദിക്കും, നബിയോട് ചോദിക്കും എന്തിനെ കുറിച്ച്? അനിൽ മഹീദ്, ആർത്തവത്തെ സംബന്ധിച്ച്, ഹൈദ് സംബന്ധിച്ച് ചോദിക്കും ജനങ്ങൾ. അപ്പൊ ഖുൽ, നബിയെ തങ്ങൾ പറയണം, ഹുവ, അത്, ആ ഹൈദ് എന്നത്, അദൻ, അതൊരു അശുദ്ധിയാണ്, അതൊരു അശുദ്ധിയാണ്. ഫഅ്തസിലു, അപ്പോൾ നിങ്ങൾ വേർപെട്ട് നിൽക്കുക, അകന്നു നിൽക്കുക, അന്നിസാ, സ്ത്രീകളിൽ നിന്ന്, നിങ്ങളുടെ ഭാര്യമാരിൽ നിന്ന്, ഫിൽ മഹീദ്, ഹൈദുള്ള അവസരത്തിൽ എന്ന് പറഞ്ഞാൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതെന്ന് അർത്ഥം. അല്ലാതെ ഭാര്യയുടെ അടുത്ത് പോകരുതെന്നോ ഇരിക്കരുതെന്നോ ഒപ്പം ഇരിക്കാനോ കിടക്കാനോ പാടില്ല എന്നൊന്നും അർത്ഥമല്ല. അതൊക്കെ നമുക്ക് ഹദീസുകളിൽ നിന്ന് മനസ്സിലാക്കാം കേട്ടോ. വലാ തഖറബൂഹുന്ന, നിങ്ങൾ അവരെ സമീപിക്കരുത്, ലൈംഗിക ബന്ധത്തിനായിട്ട് സംയോഗത്തിനായിട്ട് സമീപിക്കരുത്. ഹത്താ, ഇതുവരെ യത്ഹുർന, അഥവാ ഹൈദിൽ നിന്ന് ശുദ്ധിയായി കുളിച്ച് ശുദ്ധിയാകുന്നവരെ. ഫഇദാ തതഹർന, അങ്ങനെ അവർ ശുദ്ധിയായാൽ ഫഅ്തൂഹുന്ന, നിങ്ങൾ അവരെ സമീപിച്ചോളൂ. മിൻ ഹൈസു, ഏതുവിധം? അമറക്കുമുല്ലാഹ്, നിങ്ങളുടെ അല്ലാഹു കൽപ്പിച്ച മിൻ ഹൈസു വിധം, അല്ലേ? നിങ്ങളുടെ അല്ലാഹു കൽപ്പിച്ച വിധം നിയമങ്ങൾ പാലിച്ചുകൊണ്ട്. ഇന്നല്ലാഹ, നിശ്ചയം അല്ലാഹു, യുഹിബ്ബു, അവൻ ഇഷ്ടപ്പെടുന്നു, അത്തവ്വാബീന, തൗബ ചെയ്യുന്നവരെ, പശ്ചാത്തപിച്ച് മടങ്ങുന്നവരെ. വയുഹിബ്ബു, അവൻ ഇഷ്ടപ്പെടുന്നു, അൽ മുത്തത്വഹിരീന, ശുദ്ധിയുള്ളവരെ. അപ്പൊ ശുദ്ധി ആയിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയം പറഞ്ഞപ്പോ അതിനോട് ചേർത്താണ് തവ്വാബ് എന്ന് പറഞ്ഞത്. എന്താ, രണ്ടു തരം ശുദ്ധിയാണ് അല്ലേ? ഒന്ന് ശാരീരികമായ ശുദ്ധി, തൗബ ചെയ്യാറുള്ള എന്താണ്? ആത്മീയമായ ഒരു ശുദ്ധിയാണ്. ശാരീരികമായ ശുദ്ധി തന്നെ ആത്മീയമായ ശുദ്ധിയുടെ ഭാഗമായിട്ട് വരും കേട്ടാ. ഇവിടെ രണ്ടും യഥാർത്ഥത്തിൽ ഒരു ശുദ്ധീകരണം ആണ്. എന്ത്? മനസ്സിന്റെ ശുദ്ധീകരണം, ആത്മാവിന്റെ ശുദ്ധീകരണം ആണ് തൗബയിലൂടെ സാധ്യമാകുന്നത് അല്ലെ. അപ്പോൾ അള്ളാഹു പറയുന്നത്, അള്ളാഹു തൗബ ചെയ്യുന്നവരെയും പശ്ചാത്തപിച്ച് മടങ്ങുന്നവരെയും, അങ്ങനെ പശ്ചാത്തപിച്ച് സ്വന്തം ആത്മാക്കളെ ശുദ്ധീകരിക്കുന്നവർ അല്ലെ. അതേപോലെ ഇവിടെ ഭൗതികമായിട്ടുള്ള ഒരു സംഭവമാണ് ഹൈദ് എന്നത്. അള്ളാഹു വെച്ചതാണ് സ്ത്രീ ശരീരത്തിൽ. അത് എന്തല്ല, അവരൊരു കുറ്റക്കാരനല്ല. അവർ എന്ത് ചെയ്യണം? അതിന്റെ നിശ്ചിത സമയം കഴിയുമ്പോൾ എന്ത് ചെയ്യണം? കുളിച്ച് ശുദ്ധിയാകുന്നതോടുകൂടി ശുദ്ധിയായി അല്ലെ. അപ്പൊ അത് പറഞ്ഞ കൂട്ടത്തിൽ അപ്പോ തവ്വാബീന എന്നൊരു കൂടി പറഞ്ഞിരിക്കുന്നു. സൂറത്തു ശൂറ 25-ാമത്തെ ആയത്ത്. وهو الذي يقبل التوبة عن عباده ويعفو عن السيئات ويعلم ما تفعلون. وهو അവൻ الذي, ഇങ്ങനെയുള്ളവനാണ് അവൻ, അല്ലാഹു, യഖ്ബൽ തൗബ, തൗബ അവൻ സ്വീകരിക്കും, അൻ ഇബാദി, അവന്റെ ദാസന്മാരിൽ നിന്ന്, അവന്റെ അടിമകളിൽ നിന്ന്, വയഅഫു, അവൻ മാപ്പ് നൽകുകയും ചെയ്യുന്നു, അനിസയ്യാത്ത്, തിന്മകൾ, അവരുടെ തിന്മകൾക്ക്, ദുഷ്കൃത്യങ്ങൾക്ക്, വയഅലം, അവൻ അറിയുന്നു, മാ തഫ്അലൂൻ, നിങ്ങൾ എന്താണ് പ്രവർത്തിക്കുന്നത്. എവിടെ വെച്ച് പ്രവർത്തിച്ചാലും, ആരുമില്ലാത്ത സ്ഥലത്ത് വെച്ച് തെറ്റ് ചെയ്താലും ആര് കാണുന്നു? അല്ലാഹു കാണുന്നു. ആ ഒരു ബോധ്യം വേണം അല്ലേ. സുനൻ മോഡ്യൂൾ 4 കാണാം. സുനൻ തിർമിദിയിലുള്ള ഹദീസ് അവസാന ഭാഗം നോക്കിയാൽ മതി, ആ രണ്ടുപേരും കഴിഞ്ഞിട്ട്. അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, നബി പറഞ്ഞു, കുല്ലു ബിനി ആദമ ഖത്താഉൻ
വഖൈറുൽ ഖത്താഈന അത്തവ്വാബൂൻ കുല്ലു ബിനി ആദം, എല്ലാ ആദം സന്തതികളും എന്ന് പറഞ്ഞാൽ എല്ലാ മനുഷ്യരും. ഖത്താഉൻ, ഖത്താഈൻ, ഖത്താഉൻ തെറ്റുകാരാണ്, തെറ്റ് ചെയ്യുന്നവരാ മനുഷ്യര്. എന്താണ് തെറ്റ് ചെയ്യുന്നവരാ? ടു ഈസ് ഹ്യൂമൻ, ഇംഗ്ലീഷ് പറയും അല്ലേ? തെറ്റ് ചെയ്യുക എന്നുള്ളത് മനുഷ്യ പ്രകൃത അല്ലേ? കുല്ലു ബിനി ആദം ഖത്താഉൻ, എല്ലാ മനുഷ്യരും ആദം സന്തതികളും തെറ്റ് ചെയ്യും. എന്നാല് പ്രത്യേകമായിട്ട് അമ്പിയാക്കൾ മാസൂമികളാണ്. അമ്പിയാക്കൾക്ക് പ്രത്യേകമായ ഇസ്മത്ത് ഉണ്ട്, ദോഷങ്ങളിൽ നിന്നുള്ള അള്ളാഹുവിന്റെ കാവൽ ഉണ്ട്. മനസ്സിലായില്ലേ? അവർ പാപസുനിശ്ചിതരാണ്. ഇനി എല്ലാ മനുഷ്യരും തെറ്റ് ചെയ്യും, എന്നിരുന്നാലും തെറ്റ് ചെയ്യുന്നവരിൽ ഏറ്റവും ഉത്തമം, തെറ്റ് ചെയ്യുന്നവരിൽ ഏറ്റവും ഉത്തമം ആരാ? അത്തവ്വാബു, തൗബ ചെയ്യുന്നവർ. അപ്പൊ തെറ്റ് ചെയ്യാമെന്നല്ല അതിനർത്ഥം, തെറ്റ് ചെയ്യാനുള്ള സാധ്യത ഉണ്ട് മനുഷ്യൻ. പക്ഷെ തെറ്റ് ചെയ്യുമ്പോൾ അവൻ എന്ത് ചെയ്യണം? പെട്ടെന്ന് തൗബ ചെയ്ത് മടങ്ങണം. അതൊരു പതിവാക്കരുത്. വല്ലപ്പോഴും ചിലപ്പോൾ എന്തെങ്കിലും സംഭവിച്ചു എന്ന് വരാം. അപ്പൊ എന്ത് ചെയ്യണം? അതിനെ അങ്ങനെ സംഭവിക്കാതെ സൂക്ഷിക്കണം. അതൊക്കെ തഖ്വയുടെ ഭാഗമാണ്. ശരി. അങ്ങനെ സംഭവിച്ചാൽ എന്ത് ചെയ്യണം? തെറ്റ് സംഭവിച്ചാൽ തൗബ ചെയ്യാം. അപ്പൊ തെറ്റ് സംഭവിച്ചാൽ തൗബ ചെയ്യുന്നവരാണ് തെറ്റുകാരിൽ ഏറ്റവും ഉത്തമം. എല്ലാ മനുഷ്യരും തെറ്റുകാരാണെന്നും പറഞ്ഞു. പക്ഷെ ഇസ്മത്തുള്ള ആളുകളാണ് ആര്? അമ്പിയാക്കൾ. അമ്പിയാക്കൾ തെറ്റ് ചെയ്യില്ല. അള്ളാഹുവിന്റെ പ്രത്യേക കാവൽ അവർക്കുണ്ട്. എന്റെ ഈ ഹദീസിന്റെ വിശദീകരണം മിർഖാത്തിലും അതുപോലെ തുഹ്ഫത്തുൽ അഹ്മദിയിലൊക്കെ ഉണ്ട്. അതിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഇനി മറ്റൊരു കാര്യം, തൗബ ചെയ്യുന്നിടത്ത് ചില റുക്നുകളുണ്ട്. അപ്പം അത് അള്ളാഹുവുമായി ബന്ധപ്പെട്ടതല്ലാത്തൊരു കാര്യമാണ്. ഇത് മനുഷ്യരുമായി ബന്ധപ്പെട്ടുള്ള ചില പൊരുത്തപ്പെടിക്കലുകൾ വേണ്ടി. ചിലപ്പോൾ ഉദാഹരണത്തിന് ഞാനിപ്പോൾ ഒരാളെ കുറിച്ച് മോശമായ ഒരു ധാരണ വിചാരിച്ചു, ഞാൻ മനസ്സിൽ വിചാരിച്ചിട്ടുള്ളൂ, അയാളോ പറഞ്ഞിട്ട് വേറെ ആട്ടും പറഞ്ഞില്ല. എന്നാൽ പോലും എന്താണ്, അതൊരു തെറ്റല്ലേ? അപ്പൊ അത് ബോധ്യം വരുമ്പോൾ ഞാൻ എന്ത് ചെയ്യണം? അയാളോട് പോയി പറഞ്ഞു, ഞാൻ നിങ്ങളെ പറ്റി ഇങ്ങനെ വിചാരിച്ചു, മോശമായി. അയാൾ അറിഞ്ഞിട്ടില്ല, വേറെ ആരും അറിഞ്ഞിട്ടില്ല. പക്ഷെ ആ ചിന്ത എന്താണ്? തെറ്റാണ്. മറ്റുള്ളവരെ കുറിച്ച് തെറ്റായ ധാരണ നമ്മൾ വിചാരിക്കും. നമ്മളൊന്നും പലപ്പോഴും എന്താ, അത് അത്യാവശ്യം സംസ്കരിക്കണമുണ്ട്, മുമ്പ് കുറച്ചൊക്കെ സ്വന്തത്തൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മളങ്ങനെ ശ്രദ്ധിപ്പിക്കോളും. അള്ളാഹു അങ്ങനെ ആക്കട്ടെ, സ്വർഗത്തിലാക്കട്ടെ. പക്ഷെ നമ്മളെ അത് ഇതിൽ നമ്മള് ഓവർ കോൺഫിഡൻസ് ഉണ്ടാവും. കാരണം എന്താ? ആശങ്കയും വേണം, ഭയം വേണം. കാരണം എന്താണ്? നമ്മൾ വിചാരിക്കുന്നത് പലപ്പോഴും നമ്മൾ തെറ്റ് ചെയ്യുന്നില്ല. പലപ്പോഴും നമ്മൾ മറ്റുള്ളവരെ കുറിച്ച് നമ്മൾ നമ്മുടെ മനസ്സിൽ വിചാരിക്കണ്ടാവും. അത് തെറ്റായിരിക്കും. ആ തെറ്റ് നമ്മൾ തെറ്റായിട്ട് കാണുന്നില്ല പലപ്പോഴും. അങ്ങനെ നമ്മുടെ തെറ്റുകളുടെ എണ്ണം ഇങ്ങനെ കൂടി വരുന്നുണ്ടാവും. നമ്മൾ വിചാരിക്കണം അപ്പൊ ഇന്ന് നേരം എത്തും, ഇത് ഇത്ര സമയമായി, ഇതിനിടയിൽ നമ്മൾ തെറ്റ് ചെയ്തില്ല എന്നായിരിക്കും നമ്മൾ വിചാരിക്കുന്നത്. എന്താ തെറ്റ് ചെയ്ത്? അവിടെ ചുറ്റില്ല, അങ്ങനെ വിചാരിച്ചിട്ടില്ല, അങ്ങനൊന്നും ചെയ്തിട്ടില്ല, പിന്നെ ഞാൻ തെറ്റുന്ന നോമ്പല്ലേ. പക്ഷെ ഇതിനിടയിൽ നമ്മൾ ആരെങ്കിലൊക്കെ ബന്ധപ്പെട്ടപ്പോ എന്തെങ്കിലുമൊക്കെ അവരെ കുറിച്ച് മോശം നമ്മുടെ മനസ്സിൽ ധാരണ വന്നാൽ അതെന്താണ്? തെറ്റാണ്. ശരി. അപ്പൊ ആ തെറ്റുകളിൽ വരുന്നത് അപ്പോഴെ തന്നെ എന്ത് ചെയ്യണം? തോന്നി അപ്പൊ തന്നെ ഇസ്തിഗ്ഫാർ തേടണം. ആളുകളെ കുറിച്ച് ആവുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അത് വലിയ വിഷയമാണ്. കാരണം അത് അവരോട് തന്നെ പൊരുത്തപ്പെടിക്കണം. അതായത് ശരി, അള്ളാഹിനോടുള്ള തെറ്റ് അള്ളാഹിനോട് ഇസ്തിഗ്ഫാർ തേടിയാണ് അള്ളാഹ് പുറത്തുള്ളൂ എന്നുള്ള പ്രതീക്ഷ. പക്ഷെ ഇതെന്താ? ഇത് മനുഷ്യന്മാരായിട്ടുള്ള വിഷയമാണ്. മനുഷ്യന്മാരുടെ വിഷയം ചിലപ്പോൾ പൊരുത്തപ്പെട്ട് തരവില്ല. അതുകൊണ്ട് മനസ്സിലായത്? അതുകൊണ്ട് ശ്രദ്ധിക്കണം. അതാണ്. അപ്പൊ മനുഷ്യരോട് അതിക്രമം പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അത് അവൻ അക്രമം കൈകൊണ്ട് പ്രവർത്തിച്ചതാണെങ്കിലും കാലുകൊണ്ടാണെങ്കിലും മറ്റെന്തെങ്കിലും പ്രവർത്തനമാണെങ്കിലും അല്ലെങ്കിൽ അവരെ വഴികേടിലാക്കിയതാണെങ്കിലും, ചിലപ്പം ചില ആൾക്കാർ വഴികേടിലാക്കി, നമ്മൾ പിന്നീട് നന്നായി, പക്ഷെ നമ്മൾ മൂലം കുറെ ആൾക്കാർ വഴികേടിലായിട്ടുണ്ടാവും. അപ്പൊ അവരെ നമ്മൾ അറിയുമെങ്കിൽ എന്ത് ചെയ്യണം? അവരെ നമ്മൾ അറിയുമെങ്കിൽ, എടാ ഞാൻ അന്ന് എനിക്ക് ഹിദായത്തില്ലാത്ത കാലമായിരുന്നു, അന്ന് ഞാൻ അങ്ങനെയൊക്കെ എന്നോട് പറഞ്ഞു, നിന്നെയൊക്കെ വഴികേടിലാക്കി, നീ ആ കൂട്ടത്തിൽ കൂടി ഞാൻ നിന്നെയൊക്കെ വഴികേടിലാക്കി, പക്ഷെ ഇപ്പൊ എനിക്ക് ഹിദായത്ത് ഇട്ടിരിക്കുന്നു, നീയും ഈ വഴി വരണം, ഞാൻ അന്ന് ചെയ്തത് അന്ന് പറഞ്ഞതൊക്കെ തെറ്റാണ് എന്ന് അവനോട് പറയേണ്ട ബാധ്യത ആർക്കുണ്ട്? ഇയാൾക്കുണ്ട്. കാരണം എന്താ? ഇവൻ മൂലായിരിക്കും ചിലപ്പോൾ അയാൾ വഴികേടിലായിട്ടുണ്ടാവുക. പിന്നെ അവൻ ചിലപ്പോൾ മരിച്ചുപോയിട്ടുണ്ടെങ്കിൽ അത് പിന്നെ അള്ളാഹ് തോപ ചെയ്താ. അയാൾ അങ്ങനെ മരിച്ചുപോയി, ഇവൻ മൂലമായിരിക്കും ചിലപ്പോൾ വഴികേടിലായിട്ടുണ്ടാവുക. അത് അള്ളാഹ് തോപ ചെയ്യണം. അള്ളാഹിനോട് ഇസ്തിഗ്ഫാർ ചെയ്താൽ വേറെ നിർവാഹമൊന്നുമില്ല. പക്ഷെ ജീവിതത്തിരിപ്പുണ്ടെങ്കിൽ അയാളെ കണ്ടെത്തണം. കണ്ടിട്ട് കാണാൻ പറ്റുമെങ്കിൽ കണ്ടെത്തണം. ശരി. അടുത്ത്
അപ്പൊ അത് മാത്രമല്ല അക്രമം, ഇങ്ങനെ പല തരത്തിലാണ് മറ്റുള്ളവർക്ക് ദോഷം ചെയ്യാൻ അറിയുന്നത്. അത് വാക്കാലാവാം, പ്രവൃത്തി കൊണ്ടാവും, ചിന്ത കൊണ്ടാവും, അങ്ങനെയൊക്കെ വരാം. ശരി, റസൂലുള്ളാഹി പറയണം, മൻ കാനത് ലഹു മദ്ലമത്തുൻ ലിഅഹദിൻ മിൻ ഉർദിഹി ഔ ഷൈഇൻ ഫൽയതഹല്ലൽഹു മിൻഹു അൽയൗം ഖബ്ല അൻ ലാ യകൂന ദീനാറുൻ വലാ ദിർഹം ഇൻ കാന ലഹു അമലുൻ സ്വാലിഹുൻ ഉഖിദ മിൻഹു ബിഖദ്രി മദ്ലമതിഹി വഇൻ ലം തകുൻ ലഹു ഹസനാത്തുൻ ഉഖിദ മിൻ സയ്യിആതി സാഹിബിഹി ഫഹുമില അലൈഹി. എന്താണ് മൻ കാനത് ലഹു മദ്ലമത്തുൻ ലിഅഹദിൻ മിൻ ലിഹദി, ആർക്കെങ്കിലും മറ്റൊരാളെ സംബന്ധിച്ച് ഒരു മദ്ലമത്ത്, ഒരു അതിക്രമം ചെയ്തിട്ടുണ്ടെങ്കിൽ, ആരെങ്കിലും മറ്റൊരാളെ സംബന്ധിച്ച് ഒരു അതിക്രമം ചെയ്തിട്ടുണ്ടെങ്കിൽ, ഈ അഹദിന് ഒരാൾക്ക് ആർക്കെങ്കിലും മിൻ ഉർദിഹി, അവന്റെ അഭിമാനത്തിന് ക്ഷതമുണ്ടാക്കുന്ന ഒരു സംഭവം, അവന്റെ ഒരു അഭിമാനത്തിൽ ഒരു അതിക്രമം ചെയ്തു, ഔ ഷൈഇൻ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യത്തിൽ അയാൾക്ക് പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു വിഷയം ഇയാളിനുണ്ടായി എന്ന് വിചാരിക്കാം എങ്കിൽ ഇൻകാന ലഹു ഫൽയതഹല്ലൽഹു അതിൽ മിൻഹു അൽയൗം, ഇന്ന് തന്നെ അവനെന്ത് ചെയ്യട്ടെ, ഇപ്പൊ തന്നെ അവനെന്ത് ചെയ്യട്ടെ, ആ ദിവസം ഇപ്പൊ തന്നെ അവനെന്ത് ചെയ്യട്ടെ, അതിൽ നിന്ന് അവൻ തഹല്ലുലാവട്ടെ, ഒഴിവാട്ടെ. കാരണം അവരോട് പോയി പൊരുത്തപ്പെടിച്ചിട്ട് അതിന് ഒഴിവാട്ടെ, ആ വിഷയത്തിൽ നിന്ന് ഇവൻ രക്ഷപ്പെടട്ടെ, അവരോട് പോയി പൊരുത്തപ്പെടിക്കണം എന്നർത്ഥം. എങ്ങനെ? കബില, മുമ്പായിട്ട്, ഇപ്പൊ തന്നെ ചെയ്യാം, ഇന്ന് തന്നെ ചെയ്യാം, നാളേക്കല്ല. ശരി, കബില അല്ലാ യകൂന ദീനാറുൻ വലാ ദിർഹം, ദിർഹമും ദീനാറും ഒന്നും തണ്ടം കൊടുക്കാൻ പറ്റാത്ത കാലം ഒരു ദിവസം വരും. ഇയാൾക്ക് കോമ്പൻസേഷൻ കൊടുത്ത നഷ്ടപരിഹാരം, ഞാനിടാ എനിക്ക് 1,00,000 തരാം, എനിക്ക് പൊരുത്തപ്പെട്ടുണ്ടാ എന്ന് പറഞ്ഞാൽ 1,00,000 ഇയാളത്തിനുണ്ട്. പക്ഷെ ഇപ്പൊ ആണെങ്കിൽ ചിലപ്പോൾ സ്വീകരിച്ചേക്കും അല്ലേ. പക്ഷെ ദീനാറ് ദിർഹം കൊടുത്തിട്ട് തണ്ടം കൊടുക്കാൻ പറ്റാത്ത, കോമ്പൻസേഷൻ കൊടുക്കാൻ പറ്റാത്ത ദിവസം നമുക്ക് നാളെ പറ്റുമോ? പറ്റില്ല. ആ ദിവസം വരുന്നതിന് മുമ്പ് ചെയ്തോ, താലൂലായിക്കോ എന്ന്. അങ്ങനെ ആ ദിവസം വന്നെത്തി എന്ന് വിചാരിക്കുക. പരലോകത്തെ ഖിയാമത്ത് ഇയാള് മറ്റൊരാളെ ആക്രമിച്ചിട്ടുണ്ട്, അടിച്ചിട്ടുണ്ട്, ചീത്ത പറഞ്ഞിട്ടുണ്ട്, വെറുതെ അയാളുടെ അഭിമാനത്തിൽ ക്ഷതം വരുത്തിയിട്ടുണ്ട്, സമൂഹത്തിൽ ഇയാളെ ഒറ്റപ്പെടുത്തിയിട്ടുണ്ട്, അതിന് കൂട്ടുനിന്നിട്ടുണ്ട്. സമൂഹത്തിൽ ഇയാളെ ഒറ്റപ്പെടുത്താൻ വേണ്ടിയിട്ട് കൂട്ടുനിന്നിട്ടുണ്ട്. അല്ലെങ്കിൽ അയാളുടെ മോളെ കല്യാണം മുടക്കാൻ വേണ്ടിയിട്ട് മനക്കെട്ടിട്ടുണ്ട്. അങ്ങനെയൊക്കെ ചെയ്തു എന്ന് വിചാരിക്കുക. അപ്പൊ അയാൾ പിന്നെ എന്ത് ചെയ്യും? എന്താണ്, പൊരുത്തപ്പെടിക്കുന്നതിന് മുമ്പ് അയാൾ മരിച്ചോ? പിന്നീട് ഇയാൾ മരിച്ചു. മനസ്സിലായില്ലേ? അങ്ങനെ മരിക്കുന്നതിന് മുമ്പ് ഇയാൾക്ക് പൊരുത്തപ്പെടിക്കാൻ പറ്റില്ല ചുരുക്കത്തില്. അപ്പൊ എന്താ സംഭവിക്കുന്നത്? അതാണ് അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, ഇൻ കാന ലഹു അമലുൻ സ്വാലിഹൻ, അയാൾക്ക് നല്ല അമലുണ്ടെങ്കിൽ, ഈ മനുഷ്യനെ, ഈ ആക്രമിച്ച മനുഷ്യന്, അല്ലെങ്കിൽ മറ്റേയാളെ അപകീർത്തിപ്പെടുത്തിയ മനുഷ്യന് അയാൾക്ക് നല്ല കാര്യം വല്ലതും ഉണ്ടെങ്കിൽ, നല്ല അമല് വല്ലതും ഉണ്ടെങ്കിൽ എന്താണ്, ഉഖിദ മിൻഹു, അതിൽ നിന്ന് എടുക്കപ്പെടും, ബിഖദ്രി മദ്ലമതിഹി, അവൻ എത്രമാത്രമാണോ അക്രമം ചെയ്തത്, അനീതി ചെയ്തത്, മറ്റേയാൾ അതിക്രമിച്ചത്, അതിന്റെ കണക്ക് കൂടുതലും നിർത്തില്ല. മനസ്സിലല്ലേ? ആ കണക്ക് എത്ര ആണെങ്കിൽ അള്ളാന്റെ കണക്ക്, അള്ളാഹ് കണക്കാക്കും. അത് കണക്കാക്കിയിട്ട് അവന്റെ സ്വാലിഹാന്മാര് ആകെ കുറച്ചുണ്ടാവും ചിലപ്പോ, അതിന്ന് എന്ത് ചെയ്യും, നല്ലതെടുത്തിട്ട് മറ്റേയാൾക്ക് കൊടുക്കും. മറ്റേയാൾക്ക് ചിലപ്പോ അമല് കുറഞ്ഞ ആളായിരിക്കും, അയാൾ ഇവൻ കുറ്റമാരോട് അയാൾ രക്ഷപ്പെട്ടു. ശരി, അങ്ങനെ വരാം. അപ്പൊ ഒരാൾ നമ്മളെ കുറ്റപ്പെടുത്തുന്നത്, ആക്ഷേപിക്കുന്നത് ഒന്നും വിഷയാക്കേണ്ട കാര്യം ഇല്ല സത്യത്തിൽ. കാരണം എന്താ, അത് നമുക്ക് ലാഭമാണ്. ശരി, എന്ന് വിചാരിച്ചിട്ട് ലാഭം കിട്ടും എന്നിട്ട് ഒരാള് പൊരുത്തപ്പെടിക്കാൻ വരുമ്പോ പൊരുത്തപ്പെടിട്ട് കൊടുക്കാതിരിക്കരുത്. ശരി, കാരണം അത് നല്ല രീതിയല്ല. കാരണം നമുക്ക് ചിലപ്പം പല അബദ്ധങ്ങളും സംഭവിക്കാലോ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, അങ്ങനെ അഫുവാക്കി കൊടുക്കുന്നത് അതിന് അള്ളാഹു വേറെ തരും. അങ്ങനെ അഫാക്കി കൊടുക്കുമ്പോൾ നമ്മുടെ ആ വിശാല മനസ്സുണ്ടല്ലോ, അതിന് അള്ളാഹു വേറെ പ്രതിഫലം തരും. അങ്ങനെയാണല്ലോ, നമ്മുടെ നീയത്താണല്ലോ പ്രധാനം. അപ്പൊ ഹസനാത്ത്, ഇനി അയാൾക്ക് നന്മകളൊന്നും ഇല്ല നിൽക്കുക, അല്ലെങ്കിൽ നന്മ പറയണ്ടായിരുന്നു, അതെടുത്ത് പറയാൻ തീർന്നു. എടുത്തു ഓരോരുത്തർക്ക് ഇങ്ങനെ ഒരാളെ ഇയാൾ പല ആൾക്കാരും കുറ്റം പറഞ്ഞ നടക്കാൻ പണി, നമീമത്ത് എഴുപത്തൊക്കെ പറഞ്ഞ നടക്കലായിരുന്നു പണി. അപ്പം ഇയാള് വീഡിയോ കോളേജിൽ ഇരുന്നിട്ട് ഓർമ്മൊക്കെ പറയും, ഓഫീസിൽ നിന്നും പറയും, പലയിടത്തും പറയും. അങ്ങനെ എഴുപത്ത് നമീമത്ത് ഭാരതദർശനൊക്കെ പറഞ്ഞിരുന്ന ഏഷണി കൂട്ടിയിരുന്ന ആളാണ്. അപ്പൊ ഇയാൾക്ക് പറയാം, പക്ഷെ നിസ്കാരം നോക്കുമ്പോൾ കാര്യം ഇഷ്ടം പോലെ ഉണ്ട് ആൾക്ക്. പക്ഷെ എന്താ, അവിടെ ചെന്നപ്പോ ഇയാളെ നന്മയിന്ന് ഓരോരുത്തർക്ക് ഇങ്ങനെ കൊടുക്കുക. അപ്പം അവസാനം നന്മയില്ല നിൽക്കുക. എന്ത് ചെയ്യും? പിന്നെ ബാക്കിയുള്ളവർക്ക് കൊടുക്കണ്ടേ? ബാക്കി ആൾക്കാർ കാത്തു നിൽക്കാണ് അവർക്ക് കിട്ടാൻ. അപ്പൊ എന്ത് ചെയ്യും? ഉഖിദ മിൻ സയ്യിആതി സാഹിബിഹി,
അവന്റെ കൂട്ടുകാരന്റെ, അതായത് ആരെയാണോ അവനെ ആക്രമിച്ചത് അവന്റെ സഖാവ് അയാളിൽ നിന്ന് അയാളുടെ തിന്മകൾ എടുത്തിട്ട് എന്ത് ചെയ്യും, കൊടുക്കപ്പെടും. ഇയാൾക്ക് തിന്മ മറ്റാണ് തിന്മക്ക് ഇങ്ങോട്ട് വെച്ചിട്ടും ഇപ്പൊ ഹുമിലായി, എന്നിട്ട് അത് വഹിക്കപ്പെടും. അപ്പൊ അതിന്റെ പാപഭാരം ആര് ഇയാളെ ഏറ്റിട്ടുണ്ട്. വലാ തസിറു വാസിറത്തുൻ വിസ്റ ഉഖ്റാ എന്നാണ് ഖുർആനിൽ പറഞ്ഞത്. ഒരാൾ മറ്റൊരാളുടെ പാപഭാരം ഏൽക്കേണ്ടി വരില്ല. പക്ഷെ ഇവിടെ പാപഭാരം ഏൽക്കണ്ടല്ലോ. എന്താ ഇത്? ഇയാൾ ചെയ്ത പാപം തന്നെയാണ് സത്യത്തില്. ഇയാൾ ഇങ്ങനെ ചെയ്തതുകൊണ്ടല്ലേ അയാൾ പാപഭാരം ഏൽക്കേണ്ടത്. അപ്പൊ ഇയാൾ പ്രവർത്തി കാരണമാണ് ചെയ്യേണ്ടി വന്നത്. ആ പാപം ഇയാൾ ഏറ്റിട്ട് വന്നു. മനസ്സിലായി? കാരണം ഇയാൾക്ക് നന്മ കൊടുക്കാനൊന്നുമില്ല. എന്തെങ്കിലും കോമ്പൻസേഷൻ വേണ്ടേ? ഈ അവിടുന്ന് ദുനിയാവെന്ന് ഇയാളുടെ അഭിമാനക്ഷതം സംഭവിച്ചതല്ലേ. അപ്പൊ അതിനെന്തെങ്കിലും നഷ്ടപരിഹാരം വേണ്ടേ? നമ്മളറിയില്ല, ഇവിടെ കോടതിയിൽ മാനനഷ്ട കേസ് കൊടുക്കാന്നൊക്കെ പറയും അല്ലേ. ഇതിപ്പോ പർസന്റെ അടുത്ത് മാനനഷ്ട കേസ് കൊടുക്കൊന്നും വേണ്ട, കൊടുക്കാതെ തന്നെ അള്ളാഹ് ഇതൊക്കെ ചെയ്തത്. അതാണ് ഹിസാബിന്റെ നാളെ തന്നെ. ശരി, അള്ളാഹ് കാത്തിരക്ഷിക്കട്ടെ. ഇനി അടുത്ത് ഇനി സ്വഹീഹ് മുസ്ലിമിലുള്ള ഒരു ഹദീസ്. ഇസ്തിഗ്ഫാറും തൗബയും രണ്ട് വചനങ്ങളും അടങ്ങുന്ന ഒരു ദിക്ർ ആണ്. അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലിക്കൊണ്ടിരുന്നതാണ്. അത് നമുക്ക് ചൊല്ലാം. ഇസ്തിഗ്ഫാറുണ്ട്, തസ്ബീഹുണ്ട്, ഹംദ്, തഹ്മീദ് ഒക്കെ ഉണ്ട്. അതൊക്കെ കൂടിയുള്ള عن عائشة قالت كان رسول الله صلى الله عليه وسلم يكثر من قول سبحان الله وبحمده أستغفر الله وأتوب إليه. എന്താണ് ആയിഷ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്യാണ്. ഖാലത്ത് അവർ പറഞ്ഞു, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുക്സിറു, അക്സറ അധികരിപ്പിച്ചു. അക്സറു അധികമുള്ള എന്നർത്ഥമുണ്ട്. ഇസ്മു തഫ്ദീലാകും കേട്ടോ. ഇവിടെ അക്സറ അധികരിപ്പിച്ചു, മാലിയാകും അധികരിപ്പിച്ചു. യുക്സിറു അഫ്അലു പോലെ, അക്രമിക്കലും പോലെ കേട്ടോ. അധികരിപ്പിക്കുമായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അധികരിപ്പിക്കുമായിരുന്നു മിൻ ഖൗലിൻ, ഈ വചനം. ഏത് വചനം? സുബ്ഹാനല്ലാഹി വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി. എന്താണ് സുബ്ഹാനല്ലാഹി വബിഹംദിഹി? നമ്മൾ എന്താണ് റുകൂഇൽ ചെല്ലുന്നത്? എന്താണ് സുബ്ഹാന റബ്ബിയൽ അസീം അല്ലേ? അത് സുബ്ഹാന റബ്ബിയൽ അസീം. ഇവിടെ സുബ്ഹാനല്ലാഹി വബിഹംദിഹി, സുബ്ഹാനല്ലാഹി അല്ലാഹു പരിശുദ്ധനാണ്. റുകൂഇൽ സുബ്ഹാന റബ്ബിയൽ അസീം വബിഹംദിഹി കൂടിയുള്ള റിപ്പോർട്ടുണ്ട്. അത് പക്ഷെ വൈഫാന്ന് മാത്രം. മനസ്സിലായി? ഏറ്റവും സഹിയായ റിപ്പോർട്ടിൽ സുബ്ഹാന റബ്ബിയൽ അസീം എന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ എന്താ ഈ ആശയൊക്കെ ഹദീസുകളിൽ പക്ഷെ സഹിയായ ഹദീസുകൾ വന്നിട്ടുണ്ട്. സുബ്ഹാനല്ലാഹി അല്ലാഹു പരിശുദ്ധനാണ്, വബിഹംദിഹി അവനാണ് സർവസ്തുതി, അസ്തഗ്ഫിറുല്ലാഹ അല്ലാഹുവിനോട് ഞാൻ പൊറുക്കലിനെ തേടുന്നു. ഒരു ദോഷം ചെയ്യാത്ത നബിയാണ് അറിയുന്നത് എന്ത്? അല്ലാഹുവിനോട് പൊറുക്കലിനെ ഞാൻ തേടുന്നു. വഅതൂബു ഇലൈഹി അവനിലേക്ക് ഞാൻ പശ്ചാത്തപിച്ച് മടങ്ങുന്നു. ഇസ്തിഗ്ഫാർ തേടുക എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് പല കാര്യങ്ങളുണ്ട്. ശരിയല്ലേ? വെറും പാപം പൊറുക്കൽ മാത്രമല്ല, ശരി, പല കാര്യങ്ങൾക്കും ഇസ്തിഗ്ഫാർ, പാപമോചന പ്രാർത്ഥന ഉപകരിക്കും. അപ്പൊ എന്താണ് കാണാൻ പഠിക്കണം? സുബ്ഹാനല്ലാഹി വബിഹംദിഹി, സുബ്ഹാനല്ലാഹി വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി. എന്നറിയില്ലേ? അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി അല്ലേ? അപ്പൊ സുബ്ഹാനല്ലാഹി വബിഹംദിഹി കൂടെ അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി. സുബ്ഹാനല്ലാഹ് അല്ലാഹുവാണ് പരിശുദ്ധൻ, അല്ലാഹു പരിശുദ്ധനാണ്. വബിഹംദിഹി അവനാണ് സർവ്വശക്തൻ. അസ്തഗ്ഫിറുല്ലാഹ ഞാൻ അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ, പാപമോചന പ്രാർത്ഥന നടത്തുന്നു. അല്ലാഹു എന്റെ പാപം പൊറുക്കണേ നടത്താം ആശയം. വഅതൂബു ഇലൈഹി അവനിലേക്ക് ഞാൻ ഖേദിച്ച് മടങ്ങുന്നു, പശ്ചാത്തപിച്ച് മടങ്ങുന്നു എന്നർത്ഥം. ഖാലത്ത് ആയിഷ ബീവി തുടർന്ന് പറയാണ്, ഫഖുൽതു യാ റസൂലല്ലാഹ്, അപ്പോൾ ഞാൻ പറഞ്ഞു, യാ റസൂലല്ലാഹ് അല്ലാഹുവിന്റെ ദൂതരെ, അറാക തുക്സിറു മിൻ ഖൗലി സുബ്ഹാനല്ലാഹി വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി. അറാക ഞാൻ താങ്കളെ കാണുന്നു, തുക്സിറു മിൻ ഖൗൽ ഈ വചനം ഇങ്ങനെ അധികരിപ്പിക്കുന്നതായിട്ട്. എന്ത്? ഏത് വചനം? സുബ്ഹാനല്ലാഹി വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി. ഇങ്ങനെ താങ്കൾ അധികരിച്ചു ചൊല്ലുന്നതായിട്ട് ഞാൻ കാണുന്നുണ്ടല്ലോ എന്ന്. ഫഖദ് റഅയ്തുഹാ അല്ല അപ്പോ ഫഖാൽ അപ്പോൾ നബി മറുപടി പറഞ്ഞു. എന്താ മറുപടി പറഞ്ഞത്? ഖബ്ബറനി റബ്ബി അന്നി സഅറാ അലാമതൻ ഫീ ഉമ്മത്തി ഫഇദാ റഅയ്തുഹാ അക്സർതു മിൻ ഖൗലി സുബ്ഹാനല്ലാഹി വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി. ഖബ്ബറനി റബ്ബി, എന്റെ റബ്ബ് എന്നെ വിവരം അറിയിച്ചിട്ടുണ്ട്. ഖബ്ബറ ഇഖ്ബാർ,
വിവരം അറിയിച്ചിട്ടുണ്ട്. അന്നി നിശ്ചയം ഞാൻ ശേഷം കാണും അലാമത്തിന്റെ ഒരു അടയാളം ഈ ഉമ്മത്തി എന്റെ ഉമ്മത്തിൽ ഫൈദാ റഅയ്തുഹ ഞാനത് കണ്ടാൽ അക്സർതു മിൻ ഖൗലി സുബ്ഹാനല്ലാഹി ബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി ഞാനത് കണ്ടാൽ എന്ത് ചെയ്യണം? ഇത് അധികരിപ്പിക്കണം. സുബ്ഹാനല്ലാഹി ബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി അധികരിപ്പിക്കണം. ഫഖദ് റഅയ്തുഹ ഞാനത് കണ്ടു ആ അലാമത്ത് കണ്ടു. എന്താണ് അലാമത്ത്? ഫത്ഹു മക്ക. മക്ക ഫത്ഹായി, മക്ക വിജയിച്ചടക്കി, മക്ക ഇസ്ലാമിന് കീഴ്പ്പെട്ടു. മക്കയിൽ നിന്ന് മർദ്ദനം സഹിക്കാൻ വയ്യാതെ അള്ളാഹുവിന്റെ അനുമതി പ്രകാരം മദീനയിലേക്ക് ഹിജ്റ പോയവരായിരുന്നു. മദീനയിൽ വ്യവസ്ഥാപിതമായ ഒരു ഇസ്ലാമിക രാഷ്ട്ര സംവിധാനം നിലവിൽ വന്നു. തുടർന്ന് പിന്നീട് ബദർ മുഹദമൊക്കെ ഉണ്ടായി ഇല്ലേ? പ്രതിരോധാവശ്യാർത്ഥം യുദ്ധം അനുവദിക്കപ്പെട്ടു ഇല്ലേ? അങ്ങനെ ബദർ ഉണ്ടായി ഇല്ലേ? പിന്നീട് ഉഹദും നിരവധി യുദ്ധങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായി. അങ്ങനെ രക്തരഹിതമായിട്ടുള്ള ഒരു വിപ്ലവത്തിലൂടെ സംഭവിച്ചു. മക്ക ഫത്ഹായി, മക്ക ജയിച്ചടക്കി, മക്ക ഇസ്ലാമിന്റെ ഗേഹമായി മാറി. അതേക്കുറിച്ചാണ് പറഞ്ഞത്. ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് വറഅയ്ത الناس يدخلون في دين الله أفواجا فسبح بحمد ربك واستغفره إنه كان توابا إذا جاء نصر الله അള്ളാഹുവിന്റെ സഹായം വന്നെത്തിയാൽ വൽ ഫത്ഹ് വിജയം വന്നെത്തിയാൽ അതായത് ഫത്ഹ് മക്ക വിജയം വറഅയ്ത الناس ജനങ്ങളെ താങ്കൾ കാണുകയും ചെയ്താൽ യദ്ഖുലൂന ഫീ ദീനില്ലാഹ് അവർ അള്ളാഹുവിന്റെ ദീനിൽ പ്രവേശിക്കുന്നവരായിട്ട് അഫ്വാജ കൂട്ടം കൂട്ടമായിട്ട് എന്ന് പറഞ്ഞാൽ ആളുകൾ ഒന്നോമായിട്ട് ഇസ്ലാമിലേക്ക് വരിക. അങ്ങനെ മക്ക വിജയിച്ചിറക്കി ഇസ്ലാമിലേക്ക് ഒന്നിച്ച് ആളുകൾ പ്രവഹിക്കുന്നു. അങ്ങനത്തെ ഒരു അവസ്ഥ സംജാതമാകുമ്പോൾ താങ്കൾ എന്ത് ചെയ്യണം? ഫസബ്ബിഹ് ബിഹംദി റബ്ബിക് അപ്പോൾ താങ്കളുടെ റബ്ബിനെ പ്രകീർത്തിച്ചുകൊണ്ട് തസ്ബീഹ് ചെയ്യണം. ശരി, സ്തുതിച്ചുകൊണ്ട് തസ്ബീഹ് ചെയ്യണം. വസ്തഗ്ഫിറുഹു അവനോട് താങ്കൾ പാപമോചന പ്രാർത്ഥന നടത്തണം. ഇന്നഹു നിശ്ചയം അവൻ അല്ലാഹു കാന തവ്വാബ അല്ലാഹു തൗബ ഏറ്റവും സ്വീകരിക്കുന്നവൻ ആണ് എന്ന്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ വചനങ്ങൾക്ക് ശേഷം പിന്നെ അധികകാലം ജീവിച്ചിട്ടില്ല. ശരി, അപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണം അടുത്തു എന്നതിനൊരു സൂചന കൂടി ഇതില് വന്നു എന്നതാണ്. ശരി, ഇനി അടുത്തത് നമ്മള് മഹാനായ സൈദ് ബിൻ മഖ്ദൂം റഹ്മത്തുള്ളാഹി അദ്ദേഹം പൊന്നാനിയായിരുന്നു അവരുടെയൊക്കെ ആസ്ഥാനം, മഖ്ദൂം കുടുംബത്തിന്റെ പൊന്നാനി. അദ്ദേഹത്തിന് ഹിദായത്തുൽ അദ്കിയ ഇലാ തുരീഖുൽ ഔലിയ എന്ന് പറഞ്ഞ കിതാബ്, അതിൽ തൗബയെ കുറിച്ച് പറഞ്ഞ ഭാഗം ആണ് ഇവിടെ കുറച്ച് വരികൾ കൊടുത്തത്. അത് طلب مطابا بالندامة مقلعا وبعزم ترك الذنب فيما استقبلا وبراءة من كل حق الآدمي ولهذه الأركان فرع وكملا وقه دواما بالمحاسبة التي تنهاك تقصيرا جرامة ساهلا وبحفظ عين واللسان وسائر الأعضاء جميعا فاجهدا لا تكسلا فالتوب مفتاح لكل طاعة وأساس كل الخير أجمع أشملا فإن ابتليت بغفلة أو صحبة في مجلس فتداركن مهرولا ഉത്തുലുബ് നീ തേടണം, മുതാബൻ തൗബയെ തേടണം എന്ന് പറഞ്ഞാൽ തൗബ ചെയ്യണം എന്നർത്ഥം. പശ്ചാത്തപിച്ച് മടങ്ങണം. എങ്ങനെ? ഭിന്നദാമത്തി ഖേദത്തോടുകൂടി ചെയ്തു പോയ തെറ്റുകളിൽ ഖേദം വേണം. വെറുതെ ഞാൻ അസ്തഗ്ഫിറുല്ലാഹ് തൗബലി ഞാൻ ചൊല്ലിയാ പോരാ. ഈ അസ്തഗ്ഫിറുല്ലാഹ് തൗബലി എന്ന് പറയുമ്പോ
എന്ത് ചെയ്യണം? ചെയ്തു പോയ തെറ്റുകൾ ഓർത്തിട്ട് അതിൽ ഖേദിക്കണം. ശരിയല്ലേ? ഖേദമുള്ള ഒരു മനസ്സിന്റെ ഉടമയായിരിക്കണം നമ്മൾ. ഇനി വിരമിച്ചവരായ അവസ്ഥയിലും നദാമത്ത് കൊണ്ട് ഖേദത്തോടുകൂടിയും അതോടൊപ്പം വിരമിച്ചുകൊണ്ടും ചെയ്ത തെറ്റുകളിൽ ഖേദമുണ്ടായ പോരാ, ഇനി തെറ്റ് ചെയ്യൽ നിർത്തണം, അവിടെ സ്റ്റോപ്പ് ചെയ്യണം. ദൃഢനിശ്ചയം കൊണ്ടും ദൃഢനിശ്ചയത്തോടുകൂടിയും ഇതാ അസം അസ്മ് ദൃഢനിശ്ചയം. ഉലുൽ അസ്മ് ദൃഢചിത്തരായിട്ടുള്ള 5 അമ്പിയാക്കൾ അല്ലെ, ഉലുൽ അസ്മ്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, മൂസ അലൈഹി ഇസ്ലാം, ഈസാ അലൈഹി ഇസ്ലാം ഒക്കെ അവരിൽപ്പെട്ടവരാണ് അല്ലെ. തർക്കിസ്സംബി ദോഷം ഒഴിവാക്കുമെന്ന്. എന്ത് ദൃഢനിശ്ചയം? ദോഷം ഒഴിവാക്കുമെന്ന ദൃഢനിശ്ചയത്തോടു കൂടി. എപ്പോ? ഫീമ ഇസ്തഖ്ബല വരാൻ പോകുന്ന കാലത്ത്. ഇസ്തഖ്ബല മുന്നിടുന്ന കാലത്ത്, ഭാവിയിൽ ദോഷങ്ങൾ ഒഴിവാക്കുമെന്ന ദൃഢനിശ്ചയത്തോടു കൂടിയും ദോഷങ്ങൾ ചെയ്തു വരുന്ന ദോഷങ്ങളിൽ വിരമിച്ചുകൊണ്ടും ചെയ്തു കഴിഞ്ഞ ദോഷങ്ങളിൽ ഖേദിച്ചുകൊണ്ടും നീ തൗബ തേടുക, തൗബ ചെയ്യുക, പശ്ചാത്തപിച്ചു മടങ്ങുക. മാത്രമല്ല മുക്തനായിക്കൊണ്ട് മിൻ കുല്ലി ഹഖ്ഖിൽ ആദമി മനുഷ്യരുമായി ബന്ധപ്പെട്ട എല്ലാ ഹക്ക് ഇടപാടുകൾ, ബാധ്യതകളിൽ നിന്ന് അവരോട് പൊരുത്തപ്പെടിക്കേണ്ടൊക്കെ പൊരുത്തപ്പെടിക്കുക. സാമ്പത്തികമായിട്ട് പൈസ വല്ലതും കൊടുക്കാനാണെങ്കിൽ പൈസ ഉണ്ടെങ്കിൽ കൊടുക്കുക, ഇല്ലെങ്കിൽ അല്ലാതെ പൊരുത്തപ്പെടിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ആണ് ചെയ്യുക. ശരി. വലിഹാദിഹിൽ അർക്കാനി ഈ റുക്കുനുകൾ, ഈ തൗബയുടെ ഈ 4 ഫർളുകൾ, റുക്കുനുകൾ നീ സൂക്ഷിക്കുക, നീ പൂർത്തീകരിക്കുകയും ചെയ്യുക, അതിനെ സമ്പൂർണ്ണമാക്കുക. ഈ 4 കാര്യങ്ങൾ പൂർണ്ണമായിട്ടും പാലിച്ചുകൊണ്ട് തൗബ ചെയ്യുക. ഈ അടുത്ത് നീ കാക്കണം, കാത്തു സൂക്ഷിക്കണം. ദവാമൻ നിത്യമായി ദായിമായിട്ട്. എങ്ങനെ? ബിൽ മുഹാസബത്തി ആത്മവിചാരണ നടത്തിക്കൊണ്ട് അല്ലത്തി എങ്ങനെയുള്ള ആത്മവിചാരണയാണ്? തൻഹാക അതിനെ തടയുന്നു, തഖ്സീറൻ ന്യൂനതകളിൽ നിന്ന്, ജറ തസാഹുല അലസതയിൽ നിന്നും. അപ്പൊ കൃത്യവിലോപം, അലസത ഇതൊന്നും എന്നെ ബാധിക്കാതിരിക്കാൻ ഇനി എന്തിനും സ്വന്തമായി തുടർച്ചയായിട്ട് ഇങ്ങനെ ആത്മവിചാരണ നടത്തിക്കൊണ്ടിരിക്കണം. സ്വയം ആത്മവിചാരണ നടത്തണം. മുഹാസബത്ത് എന്ന് പറഞ്ഞാൽ സ്വയമായിട്ട് ഒരു ആത്മവിചാരണ നടത്തണം നമ്മുടെ ഉദ്ദേശിക്കുന്നത്. ഹാസിബു ഖബ്ല അൻ തുഹാസബു. ഹാസിബു നിങ്ങൾ ആത്മവിചാരണ നടത്തും. കാരണം നമ്മൾ നമ്മെ കുറിച്ച് തന്നെ സ്വയം ചോദിക്കണം. ഓരോ ദിവസം രാത്രി കടന്നുറങ്ങുന്നതിന് മുമ്പ് ഒന്ന് ചോദിക്കണം, ഇന്ന് രാവിലെ നേരം വെളുത്തു എണീറ്റിട്ട് ഇത്രയും സമയം ഞാൻ എന്തൊക്കെ ചെയ്തത്, അതിലെന്തെല്ലാം തിന്മകൾ വന്നിട്ടുണ്ട്, അത് ഓർത്തോർത്ത് അള്ളാഹുവിനോട് ക്ഷണപേക്ഷിക്കണം. ശരിയല്ലേ? ഹാസിബു നിങ്ങൾ ഹിസാബ് ചെയ്യണം. ആരെ? മറ്റുള്ളവരെയല്ല, നിങ്ങളെ തന്നെ ഹിസാബ് ചെയ്യണം, ആത്മവിചാരണ നടത്തണം. എപ്പോ? ഖബ്ല അൻ തുഹാസബു നിങ്ങൾ വിചാരണ ചെയ്യപ്പെടുന്നതിന് മുമ്പ്. അതവിടെ പരലോകത്ത് ഇപ്പൊ നിങ്ങൾ ആത്മവിചാരണ നടത്തിയാൽ രക്ഷപ്പെടും. അപ്പൊ ഹിസാബില്ലാതെ പോകാം. ശരിയല്ലേ? ഇപ്പം സ്വയം ആത്മവിചാരണ ഓരോ ദിവസം ഓരോ നിമിഷം ആത്മവിചാരണ നടത്തിയാൽ എന്താണ്? ഒരു ദിവസം ഒരു പ്രാവശ്യമെങ്കിലും ആത്മവിചാരണ നടത്തണം. നമ്മൾ എത്ര ഉത്തരണ്ട് അങ്ങനെ ചെയ്ത് പോകണ്ട്, നമ്മൾ കണക്കുണ്ട്, തിന്മകൾ മാറിക്കുന്നതുണ്ട്. പക്ഷെ നമ്മൾ ഓരോ ദിവസവും രാത്രി കിടക്കുമ്പോൾ ഒരു ആത്മവിചാരണ നടത്തണം. എന്ത്? ഇന്ന് നേരം പുലർന്ന ശേഷം ഞാൻ എന്തൊക്കെ ചെയ്തു, അത് ആലോചിക്കുക. ജസ്റ്റ് ഒന്ന് ഓടിച്ച് മനസ്സിലിങ്ങനെ കൊണ്ടുവരാം. എന്നിട്ട് തെറ്റുകൾ വന്നിട്ടുണ്ടാവും. എന്തൊക്കെ ഞാൻ ആരെ കുറിച്ചെങ്കിലും വേണ്ടാത്ത പറഞ്ഞിട്ടുണ്ടാവും. അള്ളാഹുവിനോട് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടാവും. ഇതെങ്ങനെ ആലോചിക്കാം. അതാണ് ഹിസാബ്, മഹാസബത്ത്. അപ്പൊ നമ്മൾ സ്വയം ആത്മവിചാരണ നടത്താം. എന്തിനു മുമ്പ്? വിചാരണ ചെയ്യപ്പെടുന്നതിന് മുമ്പ്. അള്ളാഹുവിനാൽ വിചാരണ ചെയ്യപ്പെടുന്നതിന് മുമ്പ്. وبحفظ عين واللسان وسائر الأعضاء جميعا فاجهدا لا تكسلا. وبحفظ عين പിന്നെ കാത്തു സൂക്ഷിക്കേണ്ട എങ്ങനെയൊക്കെയാണ്? കണ്ണ് സൂക്ഷിക്കണം. വേണ്ടാത്തത് കാണരുത്,
ശരി, അനാവശ്യമായത് ഹറാമിയത്തൊന്നും കാണരുത്. രസം ഉണ്ടാവും ചിലപ്പോൾ കാണാൻ, ശരിയല്ലേ, രസമുള്ളതായിരിക്കും ചിലപ്പോൾ ഡാൻസ്. പക്ഷെ ഹറാമാണ്. ഹറാമാണെങ്കിൽ ഹറാമായ ഡാൻസ് കാണാൻ പറ്റില്ല. സ്ത്രീകള് ഡാൻസ് ചെയ്യുന്നു, പുരുഷന്മാര് കാണുന്നു, സ്ത്രീകൾ തന്നെയാണെങ്കിൽ പോലും അത് അങ്കലാവണ്യൊക്കെ വീക്ഷിക്കുന്നു. പുരുഷന്മാരുടെ ഡാൻസ് സ്ത്രീകൾ കാണുന്നു. ശരി, അപ്പൊ അങ്കലാവണ്യങ്ങൾ വീക്ഷിക്കുന്നു. എന്നിട്ട് അത് ഒക്കെ എന്തായി മാറി? കണ്ണിന്റെ ദോഷമായി മാറി. ഹിഫ്ദായി, കണ്ണ് സൂക്ഷിക്കുക. കണ്ണ് സൂക്ഷിക്കൽ കൊണ്ടും ലിസാൻ, നാവ് സൂക്ഷിക്കൽ കൊണ്ടും വസായിരിൽ അഅ്ളാഇ എന്നാണ് പദ്യത്തിൽ അങ്ങനെ എഴുതുന്നതാണ്. വസായിരിൽ അഅ്ളാ, മറ്റ് അവയവങ്ങളും. ഉളുവിൻ ജമാണ് അഅ്ളാ അല്ലെ? ഉളുവ്, ഉളുവിനെ കുറിച്ചൊക്കെ പഠിക്കുമ്പോൾ അല്ലെ ഉളുവ്, അംഗം. മറ്റ് അവയവങ്ങളും, സായിറ മറ്റ് അവയവങ്ങളും. അപ്പൊ കണ്ണ്, നാവ്, മറ്റ് അവയവങ്ങൾ, ചെവിയല്ല. ചെവി സൂക്ഷിക്കാന്ന് പറഞ്ഞാൽ എങ്ങനെയാ? ചെവി എങ്ങനെ സൂക്ഷിക്കാം? വേണ്ട അർത്ഥത്തിൽ കേൾക്കരുത്. ഹറാമിയത്ത്, ഹറാമായിട്ടുള്ളൊരു ഗാനം ആണ്. പക്ഷെ നമ്മൾ ചിലപ്പോൾ പോകുമ്പോൾ ഇങ്ങനെ കേൾക്കായിരിക്കും, ബസ്സിൽ സാധനം ഇട്ടുണ്ടാവും. നമ്മൾ ശ്രദ്ധിച്ച് കേൾക്കാതിരിക്കണം. ശരി, നമ്മളതിനൊന്നും മൈൻഡ് ചെയ്യരുത്. അല്ലാതെ ഇപ്പം ചെവി അടച്ചേക്കാൻ പറ്റുമോ? പറ്റില്ല. അടച്ചേക്കേണ്ടി വരും. അപ്പൊ മനസ്സിലായില്ലേ? അതേപോലെ വേറെയുണ്ട്, ഒരാള് മറ്റൊരാളെ കുറിച്ചിട്ട് അഭിപത്ത് പറയാണ്. നമ്മളല്ല പറയുന്നത്, പക്ഷെ നമ്മൾ ശ്രദ്ധിച്ച് കേൾക്കുക. പറ്റുമോ? പറ്റില്ല. ഒന്നുകിൽ അവിടെ നിന്ന് പോകാൻ പറ്റുന്നെങ്കിൽ പോവുക, അല്ലെങ്കിൽ അവിടെ തടയാൻ പറ്റുന്നുണ്ടെങ്കിൽ തടയാം. ശരി, അത് പറയണ്ട എന്ന് പറയാം. അല്ല നമ്മുടെ നിയന്ത്രണത്തിലല്ലെങ്കിൽ ഒന്ന് മാറിക്കുക. അല്ലെങ്കിൽ അവിടെ തന്നെ നിൽക്കുകയാണെങ്കിലും നിൽക്കേണ്ട സാഹചര്യമാണെങ്കിൽ എന്ത് ചെയ്യുക? ശ്രദ്ധിക്കാതിരിക്കുക, അതുകൊണ്ട് മൈൻഡ് ചെയ്യാതിരിക്കുക. ശരി, അല്ലെങ്കിൽ അതിനെന്താ പറയാ? മാത്രമല്ല ഇസ്തിമാറാണ്, ശ്രദ്ധിച്ച് കേൾക്കുക. ഇസ്തിമാർ എന്താണ്? ശ്രദ്ധിച്ച് കേൾക്കുക. മറ്റൊരാൾ കുറ്റം പറയും, നമ്മൾ പറയുന്നില്ല, മറ്റൊരാൾ പറയും, എന്നാലും നമ്മളിങ്ങനെ കേട്ട് രസിക്കാം. ശരി, അതെന്താണ്? പറയുന്ന നമ്മളല്ലെങ്കിലും കേൾക്കുന്ന കുറ്റമുണ്ട്. ശരി, അതാണ് ചെവിയുടെ കുറ്റം. ശരി, മറ്റേ ആൾക്കോ അയാൾക്ക് രണ്ടു കുറ്റാണ്. ഒന്ന് പറയുന്നുണ്ടായിരുന്നു, അയാളെ ശരിയുണ്ട്, അയാൾ കേൾക്കുന്നുണ്ടല്ലോ, അയാൾ പറയണേ. ശരി, അപ്പൊ രണ്ടു കുറ്റുണ്ട് ഈ പറയുന്ന ആൾക്ക്. ശരി, ഇനി ജമിയാൻ എല്ലാ അവയവങ്ങളും സൂക്ഷിക്കുക. എല്ലാ അവയവങ്ങളും സൂക്ഷിക്കുക. ഫജ്ഹദൻ, പരിശ്രമശാലിയാവണം നീ. ലാ തക്സീല, മടിയനാവരുത്. എങ്ങനെ? തഹജ്ജുദ് നിസ്കരിക്കുക, ദുഹാ നിസ്കരിക്കുക, ഇതൊക്കെ നിസ്കരിക്കാൻ എണീക്കുമ്പം രാത്രി ഉറക്കണിരിക്കണം, കുറച്ച് മെനക്കെടാൻ കുറച്ച് മെനക്കെടുണ്ട്. അങ്ങനെയുള്ള പരിശ്രമം ചെയ്യണം, എങ്കിലേ ഖബറിൽ വല്ലതും ഉണ്ടാവുള്ളൂ. മനസ്സിലായോ? അല്ലേവരും ഉണ്ടാവില്ല, ഖബറിലാരും ഉണ്ടാവില്ല. അപ്പൊ എന്ത് ചെയ്യണം? ഇതെല്ലാം ചെയ്യണം എന്നർത്ഥം. നല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പരിശ്രമിക്കുക എന്നതാണ്. ഫത്തൗബു മിഫ്താഹുൽ ലികുല്ലി ത്വാഅത്തിൻ വഅസാസു കുല്ലിൽ ഖൈരി അജ്മാ അശ്മലാ. ഫത്തൗബ്, അപ്പോൾ തൗബ എന്നത്, പശ്ചാത്താപം എന്നത് എന്താണ്? മിഫ്താഹൻ, മിഫ്ആൽ വസ്നാണ്. എന്താണ്? ഇസ്മുൽ ആലത്താണ്. ഇസ്മുൽ ആലത്താണ് മിഫ്ആൽ വസ്നിന്റെ എന്താണ്? ഇസ്മുൽ ആലത്താണ് ആയുധം, ഉപകരണം. അതന്നെ നീ പറഞ്ഞത് ശരിയാണ്. ആയുധം എന്ന് പറയാം ഉപകരണം. ഉപകരണം സൂചിപ്പിക്കുന്നതാണ്. ഫതഹ എന്ന് പറയുന്ന അർത്ഥം തുറന്നു, മിഫ്താഹ് എന്ന് പറഞ്ഞാൽ തുറക്കാനുള്ള ആയുധം. അങ്ങനെ താക്കോലിന് മിഫ്താഹ് പേര്. ശരി, നഷറാറ എന്ന അർത്ഥം പരത്തി. മിൻഷാർ, കൊക്കിന് പറയും, ഇതിന് പറയണേ ഈ ചൂലിന് പറയുന്നത്. അതേപോലെ മിഖ്ദാർ, കണക്കിന്റെ ആയുധം. മിഖ്ദാർ, അളവ്, അങ്ങനത്തെ കാര്യങ്ങൾ അളക്കുന്നത്. അപ്പൊ ഇതേപോലെ മിഫ്താഹ്, താക്കോലാണ്. ലിക്കുല്ലി ത്വാഅത്ത്, എല്ലാ അള്ളാഹുവിനോടുള്ള അനുസരണയുടെയും ഒരു താക്കോൽ ആണ് എന്ത്? തൗബ. തൗബ ചെയ്തിട്ട് അള്ളാഹുവിനെ അനുസരിക്കുകയാണ്. അള്ളാഹുവിനെ അനുസരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? തൗബ ചെയ്ത് തെറ്റുകളിൽ നിന്ന് മാറിയിട്ട് ഇത് നന്മയിലേക്ക് വരണമല്ലോ. അപ്പോഴല്ല അള്ളാഹുവിനെ അനുസരിക്കുക. അപ്പൊ അള്ളാഹുവിനെ അനുസരിക്കാനുള്ള എല്ലാത്തിന്റെയും, എല്ലാ ത്വാഅത്തിന്റെയും, എല്ലാ അനുസരണയുടെയും താക്കോലാണ് തൗബ. അസാസു, അടിസ്ഥാനമാണ്, ബേസിസ്. അസാസ് അടിസ്ഥാനം, അസാസുൽ ഇസ്ലാം, ഇസ്ലാമിന്റെ അടിസ്ഥാനം അല്ലെ? അസാസ് അടിത്തറ, അടിസ്ഥാനം. കുല്ലിൽ ഖൈർ, എല്ലാ നന്മയുടെയും അടിത്തറയാണ് ഇത് തൗബ എന്ന്.
കാരണം തൗബ തോന്നുക പറഞ്ഞാൽ മനസ്സിൽ പശ്ചാത്തപിച്ച് മടങ്ങാനുള്ള ഒരു മനസ്സ് തോന്നുക പറയുമ്പോൾ തന്നെ എന്താണ് അയാൾ നന്മയിലേക്കാണ് പിന്നെ അല്ലേ? തദാറക്കൻ അജ്മ അത് മുഴുവൻ അഷ്മര മുഴുവൻ ഉൾക്കൊള്ളുന്ന സമഗ്രമായിട്ടുള്ള സമഗ്രമായി എല്ലാത്തിന്റെയും എല്ലാ നന്മയുടെയും അടിത്തറയാണ് ഇത് തൗബ എന്നത്. ഇനി فإن ابتليت بغفلة أو صحبة في مجلس فتداركن مهربلا فإن ابتليت ഇനി നീ പരീക്ഷിക്കപ്പെട്ടാൽ ഇബ്തിലാ ബിഗഫ്ലത്തിൻ അശ്രദ്ധ മൂലം ഔ സുഹ്ബത്തിൻ അല്ലെങ്കിൽ സഹവാസം കൊണ്ട് ഫി മജ്ലിസിൻ ഒരു മജ്ലിസ് പറഞ്ഞാല് ഇൽമില്ല മജ്ലിസ് ആവുന്നില്ല, അല്ലാത്ത മജ്ലിസുകളുണ്ടാവും, പലതരം സഭകളുണ്ടാവും, പലതരം കൂട്ടങ്ങളുണ്ടാവും അല്ലെ? അപ്പൊ ആ ഒരു മജ്ലിസിൽപ്പെട്ട് ഒരു അഫിലത്തിലായി അല്ലെങ്കിൽ ഒരു സുഹബത്ത് ഇങ്ങനെ മജ്ലിസിലെ ഒരു സഹവാസം ഒരു സംഘത്തിന്റെ കൂടെ കൂടി അപ്പോ അതിൽ ഒരു അശ്രദ്ധ വന്നു, അള്ളാഹുവിനെ സ്മരിക്കുന്നതിലൊരു അശ്രദ്ധ വന്നു എങ്കിൽ അങ്ങനെ ഇനി പരീക്ഷിക്കപ്പെട്ടാൽ അള്ളാഹുവിനെ സ്മരിക്കുന്നതിൽ നിന്ന് മാറി നിൽക്കുന്നൊരവസ്ഥ കൊണ്ട് നീ പരീക്ഷിക്കപ്പെട്ടാൽ അങ്ങനെ എന്തെങ്കിലും സംഭവം വഹിച്ചു ഇയാൾ നല്ല ദിക്കറൊക്കെ ചെല്ലുന്ന ആളാണ്, ദിക്കറൊക്കെ ചെല്ലുകൊണ്ടിരിക്കുകയാണ്, പക്ഷെ ഇടയ്ക്കൊരു കൂട്ടത്തിൽ പറ്റി അപ്പൊ ആ ദിക്കറിനൊക്കെ മാറി തമാശയും കാര്യത്തായി പോയി. ശരിയല്ലേ? ഉദാഹരണം ഹറാമൊന്നല്ല ദിക്കോ എങ്കിൽ പോലും ഹറാമൊന്നല്ല, വെറുതെ തമാശയൊക്കെ പറയാണ്, ആ കൂട്ടത്തിൽ കൂടി തമാശ എന്ന് തുടങ്ങി. അപ്പൊ ഇയാള് ദിക്കർ തുടങ്ങിയില്ലേ? ശരിയല്ലേ? അപ്പൊ എന്ത് ചെയ്യണം? അപ്പൊ നീ വേഗം അത് സ്വയം തിരുത്തണം, പെട്ടെന്ന് ഉണരണം. അപ്പൊ തന്നെ എന്ത് ചെയ്യണം? ദിക്കറ്. പിന്നെ അവിടെ എന്ത് ചെയ്യാൻ പറ്റും? കൂട്ടുകാരുടെ കമ്പനി കാണണം? വേണ്ട, കമ്പനി ഒന്നും ആക്കണമെന്നില്ല. എന്ത് ചെയ്യാൻ പറ്റും? അവരുടെ സംസാരത്തിന് ഡൈവേർട്ട് ചെയ്ത് കൊണ്ടുവരണം. ശരിയല്ലേ? ഡൈവേർട്ട് ചെയ്ത് കൊണ്ടുവരണം നല്ലതിലേക്ക്. എന്തെങ്കിലും സംസാരിക്കും, തമാശ തീരെ പറയാൻ പാടില്ല. ആ തമാശയിൽ നിന്ന് എന്ത് ചെയ്യണം? അതിൽ നിന്ന് അവരെങ്ങനെ ഒരു പക്ഷെ ചിലപ്പോ തമാശയിൽ കൂടെ തന്നെ കൊണ്ടുവരാൻ പറ്റും, തമാശയിൽ കൂടെ തന്നെ നന്മയിലേക്ക് കൊണ്ടുവരാൻ കഴിയണം. അങ്ങനെയൊക്കെ ചെയ്യാം, അല്ലാതെ നമ്മൾ ഒറ്റപ്പെട്ടിങ്ങനെ ജീവിക്കണം എന്നല്ല ഈ പറഞ്ഞത്. മനസ്സിലായില്ലേ? അതാണ് തൗബ സംബന്ധിച്ച്. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വ അത്തൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.